ഗോതമ്പ് ദോശ നമുക്കൊരു പുതിയ രീതിയിൽ ഉണ്ടാക്കാം. അതിന് 2 കപ്പ് ഗോതമ്പ് പൊടി, അത് കലക്കുന്നതിനായി ഒരു ഫോർക്കാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് തവിയോ എന്തോ സൗകര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചാൽ മതി. എനിക്ക് ഫോർക്ക് വെച്ചാൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. കുറച്ച് ഉപ്പും, ഞാൻ കലക്കി വെച്ചേക്കുന്ന ഉപ്പാണ് ഉപയോഗിക്കുന്നത്, ഒഴിച്ച് വെള്ളവും ഒഴിച്ച് കലക്കാം. വെള്ളം കൂടിപ്പോവരുത്. അവസാനം പിന്നെ കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാമല്ലോ. ഞാൻ ഇപ്പോൾ ഇവിടെ 2.5 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. കട്ടയെല്ലാം നല്ലതുപോലെ ഉടച്ചെടുക്കണം. നല്ലതുപോലെ ഉടഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ചെറുതായിട്ടരിഞ്ഞ 4-5 പച്ചമുളക്, അത് അവരവരുടെ എരി അനുസരിച്ച്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ വലുതായിട്ട് അരിഞ്ഞിട്ടിട്ട് എടുത്ത് കളയണം. ചെറുതായിട്ടരിഞ്ഞ ഒരു സവാള, ചെറുതായിട്ടരിഞ്ഞ ഒരു ക്യാരറ്റ്, ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത് ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട്. അതിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കാം. വെജിറ്റബിൾ എല്ലാം ചോപ്പർ വെച്ച് അരിഞ്ഞ നല്ല ചെറുതായി അരിഞ്ഞെടുക്കാം. ക്യാപ്സിക്കം ചോപ്പർ വെച്ച് അരിയണ്ട, അത് കൈവച്ച് അരിയുന്നതാണ് നല്ലത്. ചോപ്പറിനകത്ത് അരിയാൻ നേരത്തെ അങ്ങ് അരഞ്ഞു പോകുന്നു. ഇതെല്ലാം ഞാനിപ്പം കൈകൊണ്ട് അരിഞ്ഞതാണ്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമല്ലോ ഹാൻഡ് ചോപ്പർ, അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് മല്ലിയിലയും ഇതിലേക്കിട്ട് ഇളക്കണം. ഇല്ലെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതായാലും മതി. ഇളക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടണം. എല്ലാം നല്ലതുപോലെ ഇളക്കിയിട്ട് ഇനി ചുട്ടെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് വെള്ളം ചെറുതായിട്ടൊന്ന് തളിച്ച് നോക്കാം. എന്താണ്ട പാൻ ചൂടായി. ഒരു തവി മാവ് ഒഴിച്ച് പറ്റുന്നത് പോലെ കനം കുറച്ച് പരത്താം. വെജിറ്റബിളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് പാടാം. എന്നാലും പറ്റുന്നത് പോലെ കനം കുറച്ച് പരത്താം. 1 ടീസ്പൂൺ എണ്ണ ചുറ്റിന് ഒഴിക്കാം. നല്ലെണ്ണ അല്ലാതെ വേറെ ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ലെണ്ണയും ഗോതമ്പ് പൊടിയും വിരുദ്ധാഹാരമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. മാവിൻ്റെ നിറം മാറി വരുമ്പം നമുക്ക് തിരിച്ചിട്ട് നല്ല വൃത്തിക്ക് 2 വശവും തിരിച്ചു മറിച്ചു വിട്ട് ചുട്ടെടുത്താൽ മതി. തീ മീഡിയത്തിലിട്ട് വേണം എല്ലാം ചുട്ടെടുക്കാൻ. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടണമെന്നാണെങ്കിൽ തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ല വൃത്തിക്ക് മൊരിഞ്ഞ് കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്